ഓക്കെ. അപ്പോൾ എന്താണ് നമ്മൾ +1 പഠിക്കുന്ന കുട്ടി ആയിക്കോട്ടെ, +2 പഠിക്കുന്ന കുട്ടി ആയിക്കോട്ടെ, അപ്പോൾ എന്താ രണ്ടുപേർക്കും കോമൺ ആയിട്ടില്ല ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ എന്താണ് ഈ പറഞ്ഞ നമ്മളെ ചോദ്യം എന്താണ്, എക്സാംസൊക്കെ ഡിഫിക്കൽട്ടാണ്. അതായത് ക്വസ്റ്റ്യൻ പാറ്റേൺ വല്ലാതെ ടഫ് ആവുന്നുണ്ടോ, തീരെ എഴുതാൻ പറ്റാണ്ടാവുന്നുണ്ടോ, ഫെയിലായി പോകുന്നുണ്ടോ, അങ്ങനെ പല സംശയങ്ങൾ, പിന്നെ എന്താ പറയുക, പല ആശങ്കകൾ നിങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. പല ആൾക്കാരും എന്താണ് ഇപ്പോൾ ന്യൂസ് പേപ്പറിൽ വരെ ഞാനിങ്ങനെ വാർത്തകൾ കാണുന്നുണ്ട്. എന്താണ്, ഫിസിക്സ് പരീക്ഷ കുട്ടികളെ വരച്ചു, മറ്റേ +2ൻ്റെ. ഇനി കെമിസ്ട്രിത്തെ ഇന്നലെ കഴിഞ്ഞായിരുന്നു, ഇന്നലത്തെ അത് പേപ്പറിൽ നിന്ന് വന്നാണ്ടില്ല. നാളെയും മറ്റന്നാളത്തെ മിക്കവാറിൻ്റെയും കൂടി വരുമായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ സ്ഥിതി വരുന്നത്. അപ്പോൾ ഏതായാലും എന്താണ്, ഞാൻ എൻ്റെ എന്താണ് ഹോണസ്റ്റായിട്ടുള്ള റിവ്യൂ പറയാമെന്നാണ് പറഞ്ഞത്. പക്ഷെ അതിൻ്റെ പകരം നമുക്ക് കുറച്ചും കൂടി ക്രിയേറ്റീവായിട്ട് കുറച്ചും കൂടി ഒരു എന്താണ് ഡീപ്പർ ലെവൽ ഓഫ് സൈക്കോളജിയിലേക്ക് നമുക്ക് കടക്കാം. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, എൻ്റെ റിവ്യൂ ഞാൻ തൽക്കാലത്തേക്ക് ഞാൻ പറയുന്നില്ല. അതിൻ്റെ പകരം എന്താ ഇത് ഞാൻ കുറച്ച് 2-3 ദിവസം മുമ്പ് ഞാൻ മേടിച്ചൊരു സാംസങ്ങിൻ്റെ ടാബാണ്, കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ ഞാൻ എന്താണ് ഈ ഒരു യൂട്യൂബ് വീഡിയോന് ഇപ്പോൾ ഞാൻ ഈ റെക്കോർഡ് ചെയ്യുന്ന യൂട്യൂബ് വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനും അതേപോലെ നമ്മളെ എന്താണ് കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് ആക്ച്വലി ഒരു ഗൂഗിൾ ഫോമാണ്. അപ്പോൾ ഈ ഗൂഗിൾ ഫോം നമ്മളൊരു ഇപ്പോൾ സർവേയിൽ നടത്തുന്ന മാതിരി, അപ്പോൾ നമ്മൾ കുറേ ചോദ്യങ്ങൾ ചോദിക്കുമല്ലോ, അപ്പോൾ അതുമാതിരി അതിൻ്റെ ഡിജിറ്റൽ വെർഷനാണ് ഈ ഗൂഗിൾ ഫോംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗൂഗിൾ ഫോംസിൻ്റെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറഞ്ഞ നമ്മളെ ഒരു ലിങ്ക് ഞാൻ എന്താ പറയേണ്ടത് ആഡിയോ എല്ലാം പേസ്റ്റ് ചെയ്തിട്ട് ഇവിടെയും ആഡിയോ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ലിങ്കിൽ നേരെ ഇവിടെ ഇങ്ങനെ എന്താ പറയേണ്ടത് HTTPS എന്നും പറഞ്ഞിട്ട് ഡോക്സ് എന്നും പറഞ്ഞിട്ട് നമ്മൾ ഫോംസ് എന്നും പറഞ്ഞിട്ട് കാണുന്നുണ്ടാവും. അത് നേരെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ എത്തുമ്പോൾ എന്തെല്ലാം ഉണ്ട്. ആക്ച്വലി നിങ്ങൾക്ക് ഇങ്ങനെയല്ല എന്താ പറയുക കാണിക്കുക, എന്താണ് നിങ്ങൾക്ക് കുറച്ചും കൂടി ഡിഫറൻ്റ് ആയിട്ട് കാണിക്കുക. അത് നിങ്ങൾക്ക്, ഞാനിത് ആക്ച്വലി എഡിറ്റ് ചെയ്യുന്ന ആളാണ്, അപ്പോൾ എനിക്ക് ഇതിൻ്റെ എഡിറ്റിങ്ങിൻ്റെ ഓപ്ഷൻസ് എല്ലാം കാണുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ജസ്റ്റ് ഇതിൽ ആൻസർ കൊടുക്കേണ്ട ഒരു ഓപ്ഷൻ മാത്രമേ ഉണ്ടാവും. അപ്പോൾ ഇത് ഞാൻ കൊടുത്ത നോക്കി, നിങ്ങൾ എക്സാം പാറ്റേൺ എന്നും പറഞ്ഞിട്ട് ഞാൻ ഗൂഗിൾ ഫോമിൻ്റെ പേരിട്ടിട്ടുള്ളത്. നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിലെല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ നിർബന്ധമായിട്ട് ആൻസർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ABCD ഓപ്ഷൻ കൊടുക്കുന്ന പോലെ. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ക്ലാസ് ആർ യു സ്റ്റഡിങ്, അത് സെലക്ട് ചെയ്യുക. നിങ്ങൾ +1 ആയിക്കോട്ടെ +2 ആയിക്കോട്ടെ എനിക്ക് വിഷയമില്ല, നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ എന്താണ് +1 എക്സാംസ് ഒന്നും ഇപ്പോൾ എനിക്ക് കഴിഞ്ഞിട്ടില്ല, +2 അത് മാത്രമേ ഇപ്പോൾ അധികം എക്സാംസിലും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ +2 അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഞാൻ +1 നമ്മളെ +1 അധികം എക്സാംസും കഴിയുന്നപ്പോഴത്തേക്ക് നിങ്ങൾക്കും കൂടി ഞാൻ ഈ ഫോം ഞാൻ സെറ്റാക്കി തരാം. തൽക്കാലത്തേക്ക് ഇപ്പോൾ +2 ഈ ഫോം ഫില്ലാക്കുക. കാരണം +1 ജസ്റ്റ് ആകെ ലാംഗ്വേജ് അത്രയല്ലേ കഴിഞ്ഞില്ല. അപ്പോൾ നിങ്ങളെന്താ ചെയ്യേണ്ടത്, ഇപ്പോൾ ഞാനപ്പോൾ +2 ബേസ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടില്ലത്, ഇപ്പോൾ ഇത് ഫോം അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. പക്ഷേങ്കിൽ +1 എക്സാം കഴിയുന്നതോടുകൂടി ഞാൻ ഇതേ ഫോമിനൊരു കോപ്പി കൂടി എടുത്തിട്ട് ഇവിടെ പോയി നമ്മളെ മേക്കെ കോപ്പിന്ന് ജസ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ നേരെ കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് ജസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, ഈ സബ്ജക്ട്സിലൊന്ന് മാറ്റിയിട്ട് നിങ്ങൾ എന്താണ് +1 കൂടി അടിക്കാൻ പറ്റും. അപ്പോൾ ഒരു കാര്യം ചെയ്യുക, എന്തായാലും നിങ്ങളെ മാത്സ് എക്സാം കഴിഞ്ഞിട്ടുണ്ടാവില്ല, മാത്സ് ലാംഗ്വേജ് ഒന്നും. പക്ഷേ എന്നാലും തൽക്കാലത്തേക്ക് എന്താണ് ഇനി മാത്സ്, ഇനി അഥവാ നമുക്ക് എന്താണ് എക്സാമിൻ്റെ പാറ്റേൺ എങ്ങനെയാണെന്നൊന്നും അറിയുന്നില്ല, അല്ല ഈസിയാണോ ടഫാണെന്നോ. അപ്പോൾ അതുകൂടി ഞാൻ ഉള്ളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, ഞാൻ എല്ലാ സബ്ജക്ട്സിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു സബ്ജക്റ്റ് കൂടിയാണ് നമ്മളെ കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ +1 +2 എല്ലാ ഇതുമായില്ല. അപ്പോൾ +1 +2 കോമൺ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ നിങ്ങളെ സബ്ജക്ട്സ് എല്ലാം സെലക്ട് ചെയ്യാൻ ഇപ്പോൾ ഇതൊന്ന് അപ്ഡേറ്റ് ചെയ്താൽ. അപ്പോൾ ഫിസിക്സ്, ബോട്ടണി, സുവോളജി, കെമിസ്ട്രി, ഇംഗ്ലീഷ്, മാത്സ്, ലാംഗ്വേജ്, കമ്പ്യൂട്ടർ സയൻസ്. ഓക്കെ, +1 +2 കോമൺ ആയിട്ട് ഇതിന് ഫില്ല് ചെയ്യുക, ഇനി കുഴപ്പമില്ല. അപ്പോൾ ഇത് നിങ്ങൾ ഫില്ല് ചെയ്യുക. ഏത് സബ്ജക്റ്റാണ് നിങ്ങൾക്ക് എന്തായി തോന്നിയത്, മറ്റേ ഈ പറഞ്ഞ ഡിഫിക്കൽട്ടായിട്ട് തോന്നിയത്. അതിനുശേഷം നിങ്ങൾ എത്ര മാർക്കാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ട് ഫില്ല് ചെയ്യുക. എക്സാം പാറ്റേൺ ഡിഫിക്കൽട്ടാണോ, ഓപ്ഷൻസ് ഫില്ല് ചെയ്യുക. അതേപോലെ നിങ്ങൾ എന്തുകൊണ്ട് ഇപ്പോൾ എക്സാം ടഫാണെങ്കിൽ എന്തുകൊണ്ട് എക്സാം ടഫാണ്, ഞാൻ കുറച്ച് എന്താണ് നിങ്ങൾക്കിപ്പോൾ ഇത് കുറേ റീസൺ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു ചെക്ക് ബോക്സിൽ കൊടുത്തില്ല. ചെക്ക് ബോക്സ് പറഞ്ഞാൽ എന്താ, നിങ്ങൾക്ക് ഇപ്പം തോന്നുവാണെങ്കിൽ ഇതും റീസൺസ് ആണ്. നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ റീസൺസ് വരുന്നുണ്ട്. അപ്പോൾ ഇത് സെലക്ട് ചെയ്യുക. ഇഷ്ടപ്പെടുപ്പോഴോ ഏതെങ്കിലും സെലക്ട് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ ഒന്നിൽ കൂടുതൽ ഓപ്ഷൻസ് സെലക്ട് ചെയ്യുക. അതായത് ഇത് സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇതിന് തോന്നുന്നത് എല്ലാം ശരിയാന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് 9 സെലക്ട് ചെയ്യുക. അത് നിങ്ങൾക്ക് ചോയ്സ് ഉണ്ട്. അപ്പോൾ അതാണ് ഈ ചെക്ക് ബോക്സിൻ്റെ പ്രത്യേകത. മൾട്ടിപ്പിൾ ചോയ്സ് ആകുമ്പോൾ അത് എനിക്ക് ജസ്റ്റ് ഒറ്റയൊന്ന് മാത്രമേ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ചെക്ക് ബോക്സ് ആകുമ്പോൾ എനിക്ക് ഒരു മിനിറ്റ് പോയിപ്പോയല്ലോ. ചെക്ക് ബോക്സ് ആകുമ്പോൾ എനിക്ക് എന്ത് ചെയ്യുക, എനിക്കതിൽ എത്ര ഓപ്ഷൻസ് ഉണ്ട് അതെല്ലാം എനിക്ക് സെലക്ട് ചെയ്യുന്നതിൽ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ സ്ഥിതി എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനോ ഇമോജി എന്തേനോ ഓക്കെ എല്ലാം മാറിപ്പോകുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഓക്കെ, അതിൻ്റെ റീസൺ വൈ ദ എക്സാം ഇസ് ഡിഫിക്കൽട്ട് സെലക്ട് ചെയ്യുക. ഡു യു തിങ്ക് ദ സഡൻ ചേഞ്ച് ഇൻ എക്സാം പാറ്റേൺ ഈസ് അൺഫെയർ, കുട്ടികളോടുള്ള ചതിയാണോ പെട്ടെന്ന് ഇങ്ങനെ എക്സാം പാറ്റേൺ ഒക്കെ മാറ്റിയത്. നിങ്ങൾ ആൻസർ ഇവിടെ കമൻറ്റ് ചെയ്യുക, സെലക്ട് ചെയ്യുക, യെസ്, നോ, മേ ബി.
നിങ്ങൾക്ക് ഇനി ഫ്യൂച്ചർ എക്സാംസ്, അതായത് ഇപ്പോൾ +1 പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ ഇനി +2 എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, അല്ലെങ്കിൽ +2 പഠിക്കുന്ന ആൾക്കാർക്ക് ഇനി മാത്സ് ഉണ്ടല്ലോ, അപ്പോൾ ഇനിയും എന്താണ് ഒരു മേജറായിട്ടുള്ള പരീക്ഷ ബാക്കിയുണ്ടല്ലോ സയൻസിൽ. അപ്പോൾ എന്താണ് ഇതിൽ കുറച്ച് ഓപ്ഷൻസ് കൊടുത്ത് നിങ്ങൾക്ക് ഇതിൽ 9ൽ 9 ശരിയാന്ന് തോന്നുന്നത് 9 ടിക്ക് ചെയ്യുക. ഇത് ചെക്ക് ബോക്സാണ്. ഇത് നിങ്ങൾക്ക് എല്ലാം ഏത് ഓപ്ഷൻ നിങ്ങൾക്ക് എന്താ പറയുക മൾട്ടിപ്പിൾ കറക്റ്റീവ് അല്ല, ഒന്ന് കൂടുതൽ ഓപ്ഷൻസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ ഇവിടെ അവസരം തന്നിട്ടുണ്ട്. കാരണം ഒരാൾക്ക് തന്നെ പല പല റീസൺസ് ഒരുമിച്ച് തോന്നാമല്ലോ. ചിലപ്പോൾ ഇതും ശരിയായിരിക്കാം, ചിലപ്പോൾ ഇതും ശരിയായിരിക്കും. ഇതെല്ലാം ശരിയായിക്കോട്ടെ, വേണ്ടിക്കൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ കുറ്റം പറയാം, വേണ്ടിക്കൽ ഇതിൽ പുതിയ സിസ്റ്റത്തിനെതിരെ എന്തായാലും നമുക്ക് പ്രതിഷേധിക്കാം, എന്തും പറയാം നിങ്ങൾക്ക്. അപ്പോൾ അതെല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്, അതെല്ലാം നിങ്ങൾ സെലക്ട് ചെയ്യുക. പിന്നെ യുവർ ഹോണസ്റ്റ് റിവ്യൂ ഇൻ എ ഫ്യൂ വേർഡ്സ്. ഞാൻ വെറുതെ എന്താണ്, കാരണം നിങ്ങളാണ് ഈ പരീക്ഷ എഴുതുന്നത്, അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഈ പരീക്ഷയെല്ലാം കഴിഞ്ഞ ആൾ. അപ്പോൾ ഞാൻ എന്താണ് ഈ ഹോണസ്റ്റ് റിവ്യൂ എന്നും പറഞ്ഞിട്ട് ബ്ലാ 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 എന്ന് പറയുന്നതിൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. നിങ്ങളാണ് പരീക്ഷ പോയിട്ട് എഴുതുന്നത്, അപ്പോൾ നിങ്ങളൊരു മാനസികാവസ്ഥ നിങ്ങൾക്ക് അറിയാം. എക്സാമിൻ്റെ ഇടയ്ക്ക് എന്താ സംഭവിച്ചത്, പെട്ടെന്ന് ബ്ലാങ്ക് ആയി പോയോ, അല്ലെങ്കിൽ മര്യാദയ്ക്ക് എഴുതാൻ പറ്റി, അതല്ലേ നിങ്ങൾക്ക് അറിയുന്നത്. അപ്പോൾ അതൊന്ന് ഒരു പാരഗ്രാഫ് പോലെ എന്ത് ചെയ്യുക, ഇത് ലോങ് ടെസ്റ്റ് ആൻസർ, ഇത് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ടൈപ്പ് ചെയ്യാൻ അവസരം വരും. നിങ്ങളൊരു ഹോണസ്റ്റ് ആയിട്ട് കുറച്ചൊരു വാക്കുകളിൽ ഒരു 200 വേർഡ്സിലായിട്ട് എങ്ങാനോ എന്ത് ചെയ്യുക, നിങ്ങളെ ഒരു റിവ്യൂ, നിങ്ങൾക്ക് എന്താണ് എക്സാമിനെ പറ്റി തോന്നിയത്, എന്താണ് നിങ്ങളൊരു ഫീലിങ്സ്, ഇമോഷൻസ് എല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഹോണസ്റ്റ് ആയിട്ട് ഇതിലിങ്ങനെ ടൈപ്പ് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഞാൻ ഈ ഉണ്ടാക്കിയ സർവേ എത്രത്തോളം ഇഷ്ടപ്പെട്ടു എന്നുള്ളത് റേറ്റിംഗ് കൊടുക്കാം. 1 out of 5, 1 സ്റ്റാറിൽ 2 സ്റ്റാർ, 3 സ്റ്റാർ, 4 സ്റ്റാർ, 5 സ്റ്റാർ, എത്ര വേണമെങ്കിൽ കൊടുക്കാം. അത് നിങ്ങളെ ചോയ്സിനെ കൂട്ടിയിട്ടുണ്ട്. ഇത്ര ക്വസ്റ്റ്യൻസ്, ഇതിൽ എത്ര ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ടോട്ടൽ ഉണ്ടെന്ന് അറിയില്ല, ഒരു 10 ക്വസ്റ്റ്യനായിട്ട് ഉണ്ടെന്നോ അല്ലേ. അപ്പോൾ ഇതെന്ത് ചെയ്യുക, ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഫില്ല് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. ഇത് തന്നെ ആക്ച്വലി ആ വീഡിയോ ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഇതിൻ്റെ ലിങ്ക് ഞാൻ ഓൾറെഡി സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് എൻ്റെ വാട്സപ്പിൽ. അപ്പോൾ ഞാനിത് നേരെ അടുത്ത് കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് നേരെ എന്ത് ചെയ്യുക ഫോമിലേക്ക് പോയിട്ട് ഇത് ഫില്ല് ചെയ്യുക. അപ്പോൾ ഇതാണ് നിങ്ങൾക്കില്ല ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഇത് ഫോം ഫില്ലാക്കുക. ഇതിൻ്റെ ആക്ച്വലി എൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്, നിങ്ങളെ റെസ്പോൺസ് കളക്ട് ചെയ്യുന്നത് എൻ്റെ ഒരു ആവശ്യം അതുകൂടിയാണ്. കാരണം എനിക്ക് അറിയണം +1ലും +2ലും എത്ര കുട്ടികൾക്ക് എക്സാം പാറ്റേൺസിനുള്ളിൽ പൊരുത്തപ്പെടാൻ പറ്റുന്നില്ലെങ്കിൽ എന്തുകൊണ്ട്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. അപ്പോൾ എനിക്ക് അതുകൊണ്ട് നിങ്ങളെ എന്താണ് ഇങ്ങനത്തെ ഫോമിൻ്റെ ഇങ്ങനത്തെ ഡീറ്റെയിൽസും എന്തുകൊണ്ട് എക്സാം ഡിഫിക്കൽട്ടാണെന്ന് തോന്നുന്നു, എന്താണ് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, അതെല്ലാം എനിക്ക് അറിയേണ്ടതുണ്ട്. അപ്പോൾ ഇതാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നിയത്. വെറുതെ ഞാൻ എന്താ പറയുക ചല്ലുവിൽ കുറേ റിവ്യൂ പറയാനെ കൊണ്ട് നിങ്ങൾ തന്നെ വെറുതെ ഏറെ കയറ്റുന്നല്ലാണ്ട് പൊങ്കാലിടുന്നല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോൾ എൻ്റെ വളരെ ക്രിയേറ്റീവായിട്ടുള്ള എൻ്റെ വളരെ പ്രാക്ടിക്കൽ മെത്തേഡാണ് എന്ത് ചെയ്യുക, ഒരു ഗൂഗിൾ ഫോം നിങ്ങളങ്ങ് ഫില്ല് ചെയ്തോ. എന്നിട്ട് നിങ്ങളെ എന്താണ് നിങ്ങൾക്ക് എന്ത് തോന്നുന്നത് അത് മൊത്തം നിങ്ങളെ മൊത്തം ഫീലിങ്സ് ഈരങ്ങ് മൊത്തം അങ്ങ് അറിയിച്ചാളാം. അത്രയല്ല, ജസ്റ്റ് എന്താണ് എന്ന് പറയുന്നത് ഷോക്കേസ് എന്നല്ലെങ്കിൽ എക്സ്പ്രസ് ഓൾ യുവർ ഫീലിങ്സ്. നിങ്ങളെ മൊത്തം ഫീലിങ്സും നിങ്ങളെ സങ്കടങ്ങളും വിഷമങ്ങളും സന്തോഷവും കരച്ചിലും മറ്റേ ദേഷ്യവും എല്ലാം ഈ ഒരു ഫോമിലങ്ങ് വരട്ടെ. മൊത്തം ഫീലിങ്സ് ഞാൻ ഇവിടെ തരാൻ അവസരം തന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇതൊന്ന് കറക്റ്റായിട്ട് ഫില്ല് ചെയ്യുക. ഇത് അങ്ങോട്ടേക്ക് മാറിപ്പോയാലോ. അപ്പോൾ നിങ്ങളിത് കൃത്യമായിട്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു.